أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين دقائق مع الله അള്ളാഹുവിൻ്റെ കൂടെ ഏതാനും നിമിഷങ്ങൾ. സഹോദരങ്ങളെ, ഇന്ന് അസ്മാഉല്ലാഹിൽ ഹുസ്നയിലെ അൽ മുത്തകബ്ബിർ എന്ന നാമത്തെ സംബന്ധിച്ചാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ മുത്തകബ്ബിർ അർഹതയോടെ അഹങ്കരിക്കുന്നവൻ. കിബർ എന്നുള്ളതാണ് മുത്തകബ്ബിർ എന്നതിൻ്റെ മൂലപദം. സ്വയം വലിയവനാണെന്ന് നടിക്കുക, അർഹതയില്ലാതെ അഹങ്കരിക്കുക, സ്വയം മഹത്വവൽക്കരിക്കുക, ഇതെല്ലാം തകബ്ബുറിന്റെ ആശയത്തിൽ വരുന്നു. ഈ ആത്മബോധം ഏറിയേറി ഒരു തരം താൻപോരിമ ആയിത്തീരുന്നു. ഇവിടെയാണ് അനാനിയത്ത്, ഞാനെന്ന ഭാവം ഉടലെടുക്കുന്നത്. ഇതിൽ അപരനിന്ദ കടന്നു വരുന്നു. മറ്റുള്ളവരുടെ വാക്കിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത അവസ്ഥ വരുന്നു. ഈ ആത്മബോധം ശരിയല്ല. ഇതിനെയാണ് നാം അഹങ്കാരമെന്നോ അഹംഭാവമെന്നോ കിബർ എന്നോ പറയുന്നത്. തൻ്റെ ദിവ്യത്വം കൊണ്ടും കഴിവുകൊണ്ടും മഹത്വമേറിയവൻ അള്ളാഹു മാത്രമാണ്. അവന് തുല്യമായി ഈ ലോകത്ത് മറ്റാരും തന്നെയില്ല. അള്ളാഹു നൽകിയ മഹത്വമേ മനുഷ്യനുള്ളൂ. അവൻ അഹങ്കരിക്കാൻ ഒരർഹതയുമില്ല. വിനയവും വിധേയത്വവുമാണ് മനുഷ്യന്റെ മുഖമുദ്ര. മുത്തകബ്ബിർ തന്റെ അധികാരം ഒരിക്കലും നീങ്ങിപ്പോകാത്തവനും രാജാതിരാജനും അധികാരത്തിൽ തന്റെ ഉദ്ദേശമല്ലാതെ മറ്റൊന്നും നടക്കാത്ത മഹാനുമാണവൻ. എല്ലാം അടക്കി ഭരിക്കുന്ന ഏകതമ്പുരാൻ. അള്ളാഹു പറയുന്നു, അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ. കിബ്രിയാ എൻ്റെ മേൽമുണ്ടും മഹത്വം എൻ്റെ അരയുടുപ്പുമാണ്. അവ രണ്ടിലും ഏതെങ്കിലും ഒന്നിൽ ആരെങ്കിലും എന്നോട് മത്സരിച്ചാൽ ഞാൻ അവനെ നരകത്തിലെറിയും. സഹോദരങ്ങളെ, മഹത്വവും കിബ്രിയാവും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അംഗീകരിക്കൽ നിർബന്ധമാണ്. മനുഷ്യന് അള്ളാഹുവിനുള്ള വിധേയത്വവും താഴ്മയും വിനയവുമാണ് അനിവാര്യമായിട്ടുള്ളത്. സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയുന്നു, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ. നമ്മുടെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ട് അവർ വിനയാന്വിതരാകുന്നില്ല? ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ ദുനിയാവിൽ കിബർ നടിക്കുന്നവൻ ഖിയാമത്ത് നാളിൽ പുഴുക്കളുടെയും ഉറുമ്പുകളുടെയും വലുപ്പത്തിലും മനുഷ്യരൂപത്തിലുമായിരിക്കും പുനർജീവിപ്പിക്കപ്പെടുക. തതഉഹുമുന്നാസു ബിഅഖ്ദാമിഹിം. ജനങ്ങൾ അവരുടെ കാലുകൾ കൊണ്ടവരെ ചവിട്ടുന്നു, തട്ടുന്നു. അത്രക്കും നിസ്സാരന്മാരും അധമന്മാരുമായിട്ടാണ് അവർ അവിടെ ഇഴഞ്ഞു നടക്കുന്നത്. സഹോദരങ്ങളെ, ഇതെല്ലാം അവരുടെ ദുനിയാവിലെ അഹന്തയും അഹങ്കാരവും ഒന്നുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. ധിക്കാരികളായ ആദ്യകാല അറബികൾ അവരുടെ വസ്ത്രങ്ങൾ നിലത്തഴിച്ച് നടക്കുമായിരുന്നു. ആളുകൾക്കിടയിൽ സ്വറ പറഞ്ഞിരുന്ന് ചായക്കോപ്പയിലെ ചായയിൽ നിന്ന് കുറെ നിലത്തൊഴിച്ച് പറയും, മാന്യന്മാരായ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ പോലും ഭൂമിക്ക് അതിൽ നിന്ന് ഒരു ഓഹരി നൽകും. ആ കാട്ടറബികളുടെ സംസ്കാരം നാമും ഇന്ന് അനുകരിക്കുന്നില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനോട് ഉപദേശിക്കുകയാണ്, ഇന്നി ഊസീക ബിസ്നൈൻ. മോനെ, ഞാൻ നിന്നോട് രണ്ട് കാര്യങ്ങൾ ഉപദേശിക്കുന്നു. ഊസീക ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെ സംബന്ധിച്ചാണ് ഞാൻ നിന്നോട് ഉപദേശിക്കുന്നത്. വഇന്നഹാ ലൗ ഉദിയത് ഫീ കഫ്ഫത്തിൻ ലറജഹത ബിഹിന്ന. ത്രാസിന്റെ ഒരു തട്ടിൽ അത് വെച്ചാൽ അത് വളരെയധികം കനം തൂങ്ങുന്നതായിരിക്കും. വഫീ റിവായത്തിൻ فإنها لو وضعت في كفة لو وضعت السماوات والأرض في كفة لرجحت بهن. മറ്റൊരു റിപ്പോർട്ട് അത് വന്നിട്ടുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു തട്ടിലും ആകാശഭൂമികൾ മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ടായിരിക്കും കൂടുതൽ കനം തൂങ്ങുക.
നൂഹ് നബി അലൈഹി ഇസ്ലാം രണ്ടാമതായി മകനെ ഉപദേശിക്കുന്നത് ശ്രദ്ധിക്കുക. മോനെ, നീ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ മഹത്വത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന വചനത്തെ സംബന്ധിച്ചാൽ ഫഇന്നഹാ ഇബാദത്തുൽ ഖൽഖ്, അതാണ് സൃഷ്ടികളുടെ ഗൗരവമേറിയ യഥാർത്ഥ ഇബാദത്ത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്വവും ഗാംഭീര്യവും മനസ്സിലാക്കി അവനെ വാഴ്ത്തി വഴങ്ങി ജീവിക്കാനുള്ള ഒരു മനസ്സ് ഓരോരുത്തരും സ്വായത്തമാക്കണം. അങ്ങനെ അവ്വലുർ റുസുലായ ആദം നബി അലൈഹി ഇസ്ലാമിക്ക് ശേഷം ഒന്നാമതായി വന്ന റസൂലായ നൂഹ് നബിയും ആഖിറുർ റുസുലായ അഥവാ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബിയും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കീർത്തനവും നമ്മുടെ നാവിലും മനസ്സിലും പ്രവൃത്തിയിലും പ്രശോഭിതമായി ചൊലിച്ചു കാണാൻ നാം പരിശ്രമിക്കണം. രണ്ടാമതായി നൂഹ് നബി അലൈഹി ഇസ്ലാം സ്വന്തം മകനോട് പറഞ്ഞു, മോനെ, ഞാൻ രണ്ട് കാര്യങ്ങൾ നിന്നോട് വിരോധിക്കുന്നു. അനിശ്ശിർക്കി വൽ കിബർ, ഷിർക്കിൽ നിന്നും കിബറിൽ നിന്നും നീ രക്ഷപ്പെടണം. അള്ളാഹുവിൽ പങ്കുചേർക്കുക, അഹന്തയും അഹംഭാവവും നടിക്കുക എന്ന കാര്യങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം തട്ടിക്കളയുന്ന അപകടകരമായ കാര്യങ്ങളാണ് ഇവ രണ്ടും. മുസ്ലിം റിപ്പോർട്ട് എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, നല്ല വസ്ത്രം ധരിക്കുന്നത് കിബറാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല. വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം അണിയുന്നത് കിബർ അല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നിശ്ചയം അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ കിബർ എന്നാൽ അൽ കിബർ ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്, കിബർ എന്നാൽ സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണ്. ചില ആളുകളുടെ കണ്ണിൽ എല്ലാവരും നിസ്സാരന്മാരാണ്. ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എൻ്റെ പിന്നിൽ അണിനിരന്ന് നിൽക്കണം, ഞാൻ നിന്ന പ്രതിവാസത്തെ ഭൂവിട്ട് പൂജിക്കണം എന്ന മനസ്ഥിതിയാണ് കിബറിന്റെ ലക്ഷണം. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഭാഷയിൽ കിബർ എന്നാൽ അഷ്റഫു വർറിഫ്അതു വത്തഅലം, ശ്രേഷ്ഠത, ഉന്നതി, മഹത്വം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിന് പൂർണ്ണമായ അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതിനെ മറികടക്കാനോ ഔന്നത്യം നടിക്കാനോ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. വിനയവും വിധേയത്വവുമാണ് മനുഷ്യന്റെ മുഖമുദ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ, മനസ്സിൽ ഒരു അണുവണത്തൂക്കം കിബറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, ഇസ്ലാം വിനയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, സൽസ്വഭാവത്തെ പ്രചോദിപ്പിക്കുന്നു, സഹോദരങ്ങൾക്കിടയിൽ സ്നേഹവും സൽക്കർമ്മങ്ങളിൽ പരസ്പര സഹകരണവും ആഗ്രഹിക്കുന്നു. അഹങ്കരിക്കാൻ അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ. അത് ഇണക്കത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും മതമാണ്. അഹങ്കാരം ഇതിനെല്ലാം എതിരുമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ജീവിതവും സംശുദ്ധമാക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.